ഓം അമൃതേശ്വരിയെ നമഃ. നമ്മളെല്ലാവരും ജീവിതം സഫലമാകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ ജീവിതത്തിലൊരു വിജയം അല്ലെങ്കിൽ ഒരു ധന്യത കൈവരിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ പലതും സമ്പാദിക്കുന്നുണ്ട് ജീവിതത്തിൽ. എന്താണ് നമ്മളിതൊക്കെ സമ്പാദിക്കുമ്പോഴുള്ള നമ്മളുടെ പ്രതീക്ഷ? ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ വിജയം നൽകും, നമ്മുടെ ജീവിതം ധന്യമാക്കും, സഫലമാക്കും എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും ജീവിതത്തിന് സഫലത ഉണ്ടാകണമെങ്കിൽ ആ നേട്ടങ്ങൾക്കെല്ലാം തിലകം ചാർത്തുന്ന ചില ഗുണങ്ങൾ കൂടി ഉണ്ടാവണം. ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ധാരാളം സമ്പത്തുണ്ടാകണമെന്നുള്ള ആഗ്രഹം. പക്ഷേ സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം സഫലമാകുമോ ജീവിതം? നമ്മുടെ ചുറ്റും നോക്കിയാൽ അറിയാം, വളരെ സമ്പന്നന്മാരായ ആൾക്കാർ ആത്മഹത്യ വരെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിന്ന് ചുറ്റും നോക്കിയാൽ കാണുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ ചിലപ്പോൾ അയാളുടെ ജീവിതത്തിലും അയാൾക്ക് ഒരു പരാജയബോധമായിരിക്കും അവസാനം ഉണ്ടാവുക. ജീവിതത്തിൽ പല നേട്ടങ്ങളും നേടിയ ആൾ, ആ നേട്ടങ്ങളൊന്നും ചിലപ്പോൾ അയാളെ ജീവിതത്തിൽ ഒരു സഫലതാബോധം, ഒരു ഫുൾഫിൽമെൻ്റ് അയാൾക്ക് നൽകുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ നേട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിനെ സഫലമാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ചെറിയ ഉദാഹരണം എടുത്തിട്ട് നമുക്ക് പറയാം. ഇതൊരു വലിയ വിഷയമാണ്. ഒരു ആചാര്യൻ നമ്മളോട് പറയുകയാണ്, വാണി രസവതീ യസ്യ ശ്രമകരീക്രിയ ലക്ഷ്മി ദാനവതീയസ്യ സഫലം തസ്യ ജീവിതം. നമ്മളെല്ലാവരും നല്ലപോലെ സംഭാഷണം ചെയ്ത് മനുഷ്യരെ നമ്മുടെ വശത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. ചിലർ ആജ്ഞാപിക്കുന്നു, അത് വാക്കുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ചിലർ യാചിക്കുന്നു, ചിലർ ഏഷണി പറഞ്ഞും നുണകൾ പ്രചരിപ്പിച്ചുമൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു, എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ വാക്കുകളുടെ കൊണ്ടുള്ള ഒരു വ്യവഹാരം ജീവിതത്തിലെ വിജയത്തിന് അനിവാര്യമാണ്. പക്ഷേ എങ്ങനെ വാക്കുകളെ ഉപയോഗിക്കണം, എങ്ങനെ വാക്കുകളെ പ്രയോഗിക്കണം നമ്മുടെ ജീവിതം സഫലമാകണമെങ്കിൽ അദ്ദേഹം പറയുകയാണ്, ആചാര്യൻ, വാണി രസവതീയസ്യ, നമ്മളുടെ വാക്കുകളെല്ലാം രസമുള്ളവയാവണം. രസം എന്ന് വെച്ചാൽ നമുക്കറിയാം, അതിന് സത്തുണ്ടായിരിക്കണം. നമ്മൾ ചില പഴങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ രസം എന്ന് പറയും. ഇപ്പോൾ ആമ്രരസം എന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയാൽ അറിയാം, പഴത്തിൻ്റെ ചാറിനെ ആമ്രരസം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എസ്സൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കാതലുണ്ടാകണം, കാമ്പുണ്ടാകണം. അതാണ് അത് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, അത് കേൾക്കുന്നവർക്ക് ഹൃദ്യമായി തോന്നണം, അവർക്ക് സന്തോഷമുണ്ടാക്കുന്നതാവണം, അവരെ ദുഃഖിപ്പിക്കുന്നതാവരുത്. ഈ വാക്കുകളെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങൾ നമ്മളുടെ ജ്ഞാന പരമ്പരയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. വാക്കുകൾക്ക് 3 ഗുണങ്ങളുണ്ടാകുന്നതാണ് പറയുന്നത്. ഒന്ന് പ്രസാദമുണ്ടാകണം, പിന്നൊന്ന് മാധുര്യമുണ്ടാകണം, പിന്നൊന്ന് ഗാംഭീര്യമുണ്ടാകണം. പ്രസാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തെളിച്ചമുണ്ടാകണം, നമ്മൾ പറയുന്നത് അവ്യക്തമാകരുത്, ആൾക്കാർക്കെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കരുത്. പിന്നെ പറയുന്നത് മാധുര്യമുണ്ടായിരിക്കണം, നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടാവരുത്. നമ്മുടെ അമ്മ എപ്പോഴും പറയും, മധുരമുള്ള വാക്ക് പ്രാർത്ഥനയ്ക്ക് തുല്യമാണെന്നാണ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മധുരമായി സംസാരിക്കുകയാണെങ്കിൽ, അവരെ വേദനിപ്പിക്കാതെ സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു ഈശ്വര പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് 3-ാമത്തെ ഗുണം വാക്കിൻ്റേത് ഗാംഭീര്യമാണ്. ആഴമുള്ള വാക്കുകളായിരിക്കണം, അർത്ഥമുള്ള വാക്കുകളായിരിക്കണം. ഈ മഹാകവിമാരൊക്കെ പണ്ട് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെ അലങ്കരിച്ചിരുന്നു. ഈ രാജാക്കന്മാർ ഈ കവികളുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കുണ്ടായി അവരെ പറഞ്ഞു വിട്ടാൽ പോലും കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീണ്ടും അവരെ കൊട്ടാരത്തിലിരുത്തും. അതുപോലെ മഹാപണ്ഡിതന്മാരെ കൊണ്ടുവന്ന് കൊട്ടാരത്തിലിരുത്തും. എന്തിനാണ്? അവരുടെ വാക്കുകൾക്ക് അത്രയധികം പ്രയോജനമുണ്ട്. അങ്ങനെ പ്രയോജനമുള്ള വാക്കുകൾ പറയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം സഫലമാകും. അതുപോലെ ശ്രമകരീ ക്രിയ, നമ്മുടെ ക്രിയകൾ, നമ്മളുടെ സംരംഭങ്ങൾ, എൻഡവേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, ഈ സംരംഭങ്ങളെല്ലാം ശ്രമകരിയായിരിക്കണം, പ്രയത്നം കൊണ്ട് നേടുന്നതായിരിക്കണം. മഹാഭാരതത്തിൽ പാണ്ഡവന്മാരുടെ രാജ്യം ചൂത് കളിച്ച് ദുര്യോധനൻ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയല്ല, സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അത് യുദ്ധം ചെയ്ത് സമ്പാദിക്കുക. അങ്ങനെ രാജാക്കന്മാർക്ക് അങ്ങനെ യുദ്ധം ചെയ്ത് മറ്റൊരാളുടെ രാജ്യം കീഴടക്കാം. അങ്ങനെ ശ്രമം ചെയ്ത് പ്രയത്നം ചെയ്താണ് സമ്പാദിക്കേണ്ടത്, അല്ലാണ്ട് കുറുക്കു വഴികളിലൂടെയല്ല നേടേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ക്രിയകളെല്ലാം, സംരംഭങ്ങളെല്ലാം ശ്രമം കൊണ്ട്, പ്രയത്നം കൊണ്ട് നമ്മൾ സമ്പാദിച്ചിട്ടുള്ളതായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം സഫലമാകും. പിന്നെ ഒരെണ്ണമുള്ളത് ലക്ഷ്മി ദാനവതി.
നമ്മൾ ധാരാളം പണം സമ്പാദിച്ചു എന്ന് വിചാരിക്കുക. ഈ പറയുന്ന നേരായ മാർഗത്തിലൂടെ തന്നെ ആണെങ്കിൽ പോലും കുറേ സമ്പത്തുണ്ടാക്കി വെച്ചതുകൊണ്ട് ജീവിതം സഫലമാവുകയില്ല. ആ സമ്പത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുവാൻ കൂടി തയ്യാറാകണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകണം. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകണം. അർഹരായ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മളുടെ സമ്പാദ്യം, നമ്മുടെ സമ്പത്ത് ശരിക്കും സഫലമാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മളുടെ സമ്പാദ്യങ്ങളെയും എല്ലാം ഈ പറഞ്ഞ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവനും സമഗ്രമായും സഫലമായി തീരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉള്ള ഇത് 3 ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ സദുപയോഗം ചെയ്താലാണ് നമ്മുടെ ജീവിതം സഫലമാവുക. അപ്പോൾ എല്ലാത്തിനെയും ഇതേപോലെ അർത്ഥവത്തായ രീതിയിൽ വിനിയോഗിച്ച് അങ്ങനെ നമ്മുടെ സമഗ്രമായ ജീവിതത്തെയും സഫലമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഓം അമൃതേശ്വരി.